ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് വ്ളോഗ്സ്. നമ്മളിതാ വീണ്ടും വന്നിരിക്കുകയാണ്. ഗൂഗിൾ ഫോം എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ ഫോം ഉണ്ടാക്കണമെങ്കിൽ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ വീഡിയോയ്ക്കിടയിൽ പറയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് മെനുവിൽ നിന്നും ഗൂഗിളിലേക്ക് കയറി ഗൂഗിൾ ക്രോം എടുക്കുന്നു. ക്രോമിൽ ഗൂഗിൾ ഫോം എന്ന് സെർച്ച് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഗൂഗിൾ ഫോം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ സജഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത് ഗൂഗിൾ ഫോംസിൻ്റെ ആഡാണ്. അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്ന www.google.com എന്ന് പറയുന്ന ആ സൈറ്റിലാണ് നമ്മളിപ്പോൾ കയറുന്നത്. അവിടെ കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കും പേഴ്സണൽ എന്നതിനകത്ത് ഗോ ടു ഗൂഗിൾ ഫോംസ് എന്ന് കാണാം. ആ ഗോ ടു ഗൂഗിൾ ഫോംസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്രോമിൽ നമ്മൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് വലതുവശത്ത് ടോപ്പ് കോർണറിൽ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവിടെ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഡയറക്റ്റ് എനിക്ക് ഇങ്ങനൊരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ ഗൂഗിൾ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്യാത്തവർ ഗൂഗിൾ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിങ്ങനെ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ടൈറ്റിൽ എന്ന് കാണുവാൻ സാധിക്കും. അൺടൈറ്റിൽഡ് ഫോം എന്ന് അവിടെ നമ്മൾ പേര് മാറ്റേണ്ടിയിരിക്കുന്നു. അവിടെ രണ്ടിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ ഏറ്റവും ടോപ്പിൽ കാണുന്ന അൺടൈറ്റിൽഡ് ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഫയലിൻ്റെ നെയിമാണ്. അത് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. അതിൻ്റെ താഴെ കാണുന്ന അൺടൈറ്റിൽഡ് ഫോം എന്ന് പറയുന്നത് അവിടെ തൊട്ടാണ് കുട്ടികൾ കാണുന്നത്. അവിടെ നമ്മുടെ എക്സാമിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് അല്ലെ ക്വിസ് അതെന്താണെന്നുള്ള മെയിൻ ഹെഡിങ് ആണ് നമുക്ക് അവിടെ വരേണ്ടത്. അതിൻ്റെ താഴെ ഫോം ഡിസ്ക്രിപ്ഷൻ എന്ന് കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി ചേർക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഗൂഗിൾ ഫോമിനൊരു പേര് കൊടുക്കുകയാണ്. ഇത് ഫയൽ നെയിം ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവിടെയാണ് ഞാൻ പേര് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് സെറ്റിങ്സിലേക്കാണ് പോകേണ്ടത്. കാരണം ഇതൊരു ടെസ്റ്റാക്കി മാറ്റണം അല്ലെങ്കിൽ ക്വിസ് ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന മെനുവിൽ നിന്നും സെറ്റിങ്സ് എടുക്കുന്നു. സെറ്റിങ്സ് എടുത്ത ശേഷം ഇവിടെ വലത്തോട്ട് നീക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ക്വിസസ് എന്ന് കാണുവാൻ സാധിക്കും. ഈ ക്വിസസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിത് മേക്ക് ദിസ് എ ക്വിസ് എന്ന് കാണുവാൻ സാധിക്കും. അത് ഓൺ ആക്കുമ്പോൾ മാത്രമേ നമുക്കിതൊരു ക്വിസ് ആക്കാൻ പറ്റുള്ളൂ. അവിടെ പോയിൻ്റൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് മേക്ക് ദിസ് എ ക്വിസ് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ട് നോക്കിയാൽ കാണാം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ. അത് നമ്മൾ ഇതിൻ്റെ സബ്മിഷൻ കഴിയുമ്പോൾ ഉടനെ അവർക്ക് ആൻസർ പേപ്പർ കാണണോ അതോ ലേറ്റർ നമ്മൾ മാനുവൽ ആയിട്ട് റിവ്യൂ ചെയ്തതിന് ശേഷം മതിയോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സാധാരണ എക്സാമിന് നമ്മൾ ലേറ്റർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് മാനുവലായിട്ട് റിവ്യൂ ചെയ്തതിന് ശേഷം. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണെങ്കിൽ നമുക്കവിടെ ആൻസർ മാർക്ക് എല്ലാം കൊടുത്ത് വിടാവുന്നത് കൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി കൊടുത്താലും കുഴപ്പമില്ല. അവർ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ അവർക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. പക്ഷേ നമ്മളിവിടെ സാധാരണ ടെസ്റ്റിൽ ചില ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് ചിലതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ലേറ്റർ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലേറ്റർ ഒന്ന് കൊടുത്തു. ഇനി താഴെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അവർക്ക് ആൻസർ പേപ്പർ കിട്ടുകയാണെങ്കിൽ അതിലെന്തൊക്കെ കാണണമെന്നതാണ് ആ 3 കാര്യങ്ങൾ. അതിന് നമ്മൾ ഇമെയിൽ കളക്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി ഇമെയിൽ കളക്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് ആൻസർ പേപ്പർ കിട്ടത്തില്ല. നമ്മൾ മാനുവലായിട്ട് അയച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ തൽക്കാലം നമുക്ക് അത് കാണിച്ചു തരാം. അത് ജനറൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് നീങ്ങിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ മേക്ക് ദിസ് എ ക്വിസ് കഴിഞ്ഞപ്പോൾ തന്നെ ലേറ്റർ എന്നും കൊടുത്തപ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കളക്ട് ഇമെയിൽസ് എന്നുള്ള ഭാഗം ഓണായിട്ടുണ്ട്. അത് നമ്മൾ ഓഫ് ആക്കുന്നു. ഇങ്ങനെ ഓഫാക്കിയാൽ നമുക്ക് ആൻസർ പേപ്പറൊക്കെ നോക്കിയിട്ട് ആൻസർ പേപ്പർ ചോദിക്കുന്ന പക്ഷം മാത്രം നമ്മൾ അവർക്ക് അയച്ചു കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ നമ്മുടെ സ്കോർ നമ്മുടെ കയ്യിലിരിക്കും. അതേസമയം നമ്മൾ സാധാരണ പരീക്ഷകൾക്ക് നമ്മൾ ആൻസർ പേപ്പർ തിരിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കളക്ട് ഇമെയിൽസ് എന്നുള്ളത് ഇവിടെ ഓണാക്കി ഇടുകയാണ്. ഓക്കെ, നമ്മളിവിടെ ഇനി സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും. സേവ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഉടനെ നമ്മുടെ ഫോമിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഇമെയിൽ എന്നത് ഒരു സ്റ്റാർ ഇട്ട് കാണുന്നുണ്ട്. ഒരു റിക്വയർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. കാരണം നമ്മളവിടെ കളക്ട് ഇമെയിൽസ് എന്നുള്ളത് നമ്മളവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇമെയിൽ എന്നത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോമിന് ഒരു ടൈറ്റിൽ കൊടുക്കാം. ഇനി കൊടുക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ കുട്ടികൾ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എക്സാമിൻ്റെ പേര് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സാമിന് പേര് കൊടുക്കുന്നു. അതിനുശേഷം കുട്ടികളുടെ നെയിം, ക്ലാസ്, ഡിവിഷൻ എന്നിവയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഇമെയിൽ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കിടപ്പുണ്ടെന്ന് നമ്മൾ മാറ്റുന്നില്ല. കാരണം നമുക്ക് ഈ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് തിരിച്ച് കുട്ടികളിലേക്ക് എത്തിക്കാനുള്ളതായതുകൊണ്ടാണ് ഇമെയിൽ എന്നുള്ളത് അവിടെ തന്നെ ഇട്ടിരിക്കുന്നത്. ഇനി ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് സമയം, മാർക്ക് അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങൾ, നിബന്ധനകൾ, എക്സാമിൻ്റെ നിബന്ധനകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാവുന്നതാണ്. നമുക്ക് കാണാം ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ നെയിം എന്ന് തന്നെ അങ്ങ് ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ താഴെ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു ആരോ കണ്ടില്ലേ? അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ എങ്ങനെയുള്ള ആൻസറാണ് വേണ്ടത് എന്ന് നമുക്ക് കാണിക്കും.
അപ്പം നമ്മളിവിടെ ഷോർട്ട് ആൻസർ എന്നായി ഇപ്പം ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഏത് ടൈപ്പ് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് ആൻസറാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഷോർട്ട് ആൻസർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരുന്നു, എങ്കിലും നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി എടുത്തതാണ്. ഇനി അത് റിക്വയർഡ് എന്നത് ഓണാക്കി ഇടണം. കാരണം റിക്വയർഡ് എന്ന കാര്യം നമുക്ക് നെയിം റിക്വയർഡ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മളത് ഓണാക്കി ഇടുന്നു. ഇനി നമ്മൾ ക്ലാസ് അത് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അടുത്തതായിട്ട് ക്ലാസ്, ഡിവിഷൻ തുടങ്ങിയവയും കൂടെ നമ്മൾ ചെയ്യുകയാണ്. ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ക്ലാസ്, ഡിവിഷൻ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഏത് ടൈപ്പ് വേണമെന്നുള്ളിടത്ത് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് വേണോ ഷോർട്ട് ആൻസർ വേണോ എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ 2 കാര്യങ്ങൾ കൂടി റിക്വയർഡ് എന്നത് ഓണാക്കിയിടുന്നു. ഇത്രയുമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് സെലക്ട് ചെയ്ത ശേഷം ഓരോ ഓപ്ഷൻ്റെ ആ ഡാഷിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് അവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. നല്ല റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സജഷനൊക്കെ വരും. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുക, ഞാൻ ആദ്യം ടൈപ്പ് ചെയ്തു, ബാക്കി എല്ലാം ഞാനിങ്ങനെ സജഷൻ ക്ലിക്ക് ചെയ്ത് വിടുകയായിരുന്നു. ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും അടുത്ത ഓപ്ഷന് വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ വീണ്ടും റിക്വയർഡ് എന്നത് ഓണാക്കി ഇടുകയാണ്. കാരണം ഇത് ഡിവിഷൻ ആയതുകൊണ്ട് ക്ലാസ്, ഡിവിഷൻ, നെയിം ഇതൊക്കെ റിക്വയർഡ് എന്നത് ഓണാക്കി ഇടണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം നമ്മൾ ടൈപ്പ് ചെയ്തു, അതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നു. മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്ഷൻസ് നമ്മളിവിടെ കൊടുക്കുന്നു. ഓപ്ഷൻസ് എല്ലാം കൊടുത്ത ശേഷം നമ്മളിവിടെ റിക്വയർഡ് ഓണാക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായും ചെയ്യണമെന്ന് പറയുന്നില്ല. ഇനി നിർബന്ധമായും ചെയ്യണമെങ്കിൽ നമുക്കവിടെ റിക്വയർഡ് ഓണാക്കി ഇടാവുന്നതാണ്. ഞാനിവിടെ ഓഫാക്കി ഇടുകയാണ്. അപ്പോൾ തന്നെയാണ് ഇത് ഡിഫോൾട്ടായി കിടക്കുന്നത്, നമ്മളിവിടെ ഓണാക്കി ഇടുന്നേ ഉള്ളൂ ഇടയ്ക്ക്. ഇനി ക്വസ്റ്റ്യൻ്റെ താഴെ ഭാഗത്ത് കാണുന്ന ടിക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരി ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്. അവിടെ ശരി ഉത്തരവും പോയിൻറ്റും ആഡ് ചെയ്യാം. ഇവിടെ 0 എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കിടപ്പുണ്ട്, അത് നമ്മൾ 1 എന്ന് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ശരി ഉത്തരം ഏതാണെന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇനി അവിടെ ഡൺ കൊടുത്താൽ നമുക്ക് അവിടെ അത് സേവ് ആയി കഴിഞ്ഞു. ഇനി അതല്ല, ആൻസറിന് എന്തെങ്കിലും ഫീഡ്ബാക്ക് വേണമെങ്കിൽ അവിടെ തന്നെ കാണാം. ആഡ് ഫീഡ്ബാക്ക് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നും കൊടുക്കാം. ഇനി നമുക്ക് സ്ഥിരമായിട്ട് ഫോണിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്നൊരു ബുദ്ധിമുട്ടാണ് കീബോർഡ് ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് കയറി വരിക എന്നുള്ളത്. അങ്ങനെ കീബോർഡ് മുകളിലേക്ക് കയറി വന്നാലും ഒന്നും പേടിക്കേണ്ട, ബാക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ആ കീബോർഡ് അങ്ങ് താന്ന് പൊക്കോളും. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ക്വസ്റ്റിന് ഷോർട്ട് ആൻസർ കൊടുക്കുകയാണ്. ഷോർട്ട് ആൻസർ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അവിടെ നമ്മൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് ആൻസറിന് പോയിൻ്റ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളവിടെ കറക്റ്റ് ആൻസർ ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ കറക്റ്റ് ആൻസർ ചിലപ്പോൾ കുട്ടികൾക്ക് സ്പെല്ലിംഗ് ഒക്കെ തെറ്റിപ്പോകും, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റ് ആൻസർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പിന്നീട് മാനുവലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു കാലം പോയിൻ്റ് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം എക്സാം ആയാലും ക്വിസ് ആയാലും നമുക്ക് ഇമേജുകൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാനവിടെ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഇമേജിൻ്റെ പടത്തിൽ ഐക്കണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് നമുക്ക് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ അപ്ലോഡ് എന്ന ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ ക്യാമറ ഓപ്ഷനുണ്ട്, ബൈ URL നമുക്ക് വേറൊരിടത്തു നിന്ന് എടുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് നമ്മളൊരു ഇമേജ് അങ്ങ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കൂടെ ആ ഇമേജ് ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് ഭാഗത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മൈ എക്സാമിൻ്റെ താഴെ നിങ്ങൾ കാണുന്നു ക്വസ്റ്റ്യൻസ്, റെസ്പോൺസ് എന്ന് കാണുന്നു. ആ റെസ്പോൺസസിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന്, റെസ്പോൺസുകൾ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്, അതിനുള്ളൊരു ബട്ടണും കാണാം. അല്ലാതെ ഒരു പച്ച ക്രോസും കാണാം. അത് റെസ്പോൺസുകൾ സേവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇവിടെ നമുക്കൊരു മെസ്സേജും കൊടുക്കാം. കാരണം നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ കുട്ടികളത് കയറിയാലും റെസ്പോൺസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പോലും അവിടെ നമുക്ക് എന്ത് വേണമെന്ന്, എന്ത് മെസ്സേജാണ് അവർ കാണേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആ പച്ച ഐക്കണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ് ക്രിയേറ്റ് എ ന്യൂ സ്പ്രെഡ്ഷീറ്റ് എന്ന്. അവിടെ നമ്മളതിനൊരു പേര് കൊടുക്കുകയാണ്, സ്പ്രെഡ്ഷീറ്റിൻ്റെ പേര്. അപ്പോൾ തന്നെ നമുക്ക് ആ സ്പ്രെഡ്ഷീറ്റ് നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്കായി അവിടെ ഓപ്പണായി വരുന്നതാണ്. നമുക്കപ്പം സാധാരണ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യാനും നമുക്ക് മാർക്കിനനുസരിച്ച് സോർട്ട് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെ റാങ്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് ഈ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ആപ്പ് വളരെ ഉപകാരപ്രദമാണ്. അങ്ങനെ മെയിൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളൊന്ന് ബാക്കി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോമിലേക്ക് പോകും. ഫോമിൽ മുകളിൽ റോക്കറ്റ് പോലെ സെൻഡ് ചെയ്യുന്ന ചിഹ്നത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഇതിൻ്റെ തീം ബട്ടൺ. ആ തീമിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കളർ മാറ്റുവാൻ, ഈ ഫോമിൻ്റെ ഒരു ലുക്ക് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പല കളർ ഓപ്ഷൻസ്
അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായിരിക്കണം, അതുപോലെ ഹെഡറായിട്ടൊരു പിക്ചർ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗം എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തീംസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് ഇമേജസ് ഈ ഹെഡറാക്കാം. അതുപോലെ കളർ കോഡ് അല്ലെങ്കിൽ കളർ തീം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അപ്ലൈ എന്നത് കൊടുക്കുക. അതുപോലെ ഫോണ്ട് സ്റ്റൈലും കൊടുക്കുന്നു. സാധാരണ എക്സാമിന് ബേസിക് ആയിട്ടുള്ള ഫോണ്ട് സ്റ്റൈൽ ഇതിനാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ബേസിക് തന്നെ സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുക്കും. ഇനി ഇതെങ്ങനെയായിരിക്കും ഇത് റെസ്പോൺസ് ചെയ്യുന്നവർ കാണുന്നത് നമ്മൾ നോക്കുകയാണ്. പ്രിവ്യൂ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ റെസ്പോൺസസ് ഓഫ് ആക്കിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. എക്സാം സ്റ്റാർട്ട്സ് 10 AM നമ്മൾ കൊടുത്ത മെസ്സേജാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ബാക്ക് ചെയ്ത് ഒന്ന് പോവുകയാണ്. അവിടെ ചെന്ന് ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പ്രിവ്യൂ എടുത്ത് ഇവിടെ റെസ്പോൺസസ് ഓൺ ആക്കി ഇടുകയാണ്. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും പ്രിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ ഇങ്ങനെയാണ് നമ്മുടെ ടെസ്റ്റ് കാണുന്നത്. ഇനി നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു സെൻഡിൻ്റെ ആ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെൻഡ് ഫോം എന്ന് കാണിക്കും. അവിടെ നമ്മൾ ലിങ്ക് എടുത്താണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മെയിലിലാണെങ്കിൽ അതിന് ഇടതുവശത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ലിങ്ക് ആയിട്ട് തന്നെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. അവിടെ ഷോർട്ടൻ URL എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫുൾ URL വേണോ ഷോർട്ടനായിട്ട് വേണം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അത് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഷോർട്ടൻ URL എടുക്കുന്നില്ല, പകരം ഫുൾ URL എടുക്കുകയാണ്. അവിടെ നിന്ന് കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ URL കോപ്പിയാകും. ഇനി നമ്മളിത് വാട്സാപ്പിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെയാണോ അയച്ചു കൊടുക്കുന്നത് അവിടെ പേസ്റ്റ് ചെയ്ത് കുട്ടികൾക്ക് അയച്ചു കൊടുക്കുകയാണ്. മെസ്സേജ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ല വാട്സാപ്പിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇമെയിലിൽ അങ്ങനെ, എവിടെയായാലും നമുക്കിപ്പോൾ പേസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഗൂഗിൾ ഫോമിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയാസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് മാനുവലായി റിവ്യൂ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ സെക്ഷൻ തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ, ഇറ്റ്സ് ടീച്ചേഴ്സ് വ്ലോഗ്സ്.